നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു അവിയൽ തയ്യാറാക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഇത് നല്ല ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടാൻ നല്ല പാടാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ അത്യാവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിന്നൊരു അവിയൽ തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും കുറച്ച് കുമ്പളങ്ങയാണ്. ഇതൊക്കെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത്, 2 പച്ചമുളക്, അത്യാവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കറിവേപ്പിലയുമാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് സവാള എടുത്താലും മതിയാവും. നമുക്കിനി ആദ്യമായിട്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും നമ്മുടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചല്ല, ചതച്ചാണ് എടുക്കേണ്ടത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വന്നാൽ മതിയാവും. നമുക്കൊരു 1/2 ടീസ്പൂണിനടുത്ത് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇത് നല്ലതുപോലെ അരച്ചാണ് കേട്ടോ ഈ അരപ്പെടുക്കുന്നത്. പക്ഷെ നമ്മളുടെയൊക്കെ സൈഡിൽ ഇത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചതഞ്ഞ് വന്നാൽ മതിയാവും. ഒരുപാടൊന്നും അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പരുവത്തിന് നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി അവിയൽ തയ്യാറാക്കാനായി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടാണ് ഈ അവിയൽ തയ്യാറാക്കുന്നത്. ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താലും മതിയാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അവിയലിന് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇത് കൊടുക്കുന്നത്. അമ്മയൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഞാനപ്പോൾ ഇത് കണ്ടു പഠിച്ചതാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഈ കറിവേപ്പിലയൊക്കെ എല്ലാ കറിയിലും ചേർക്കുമ്പം ഇതൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കറിവേപ്പില മാത്രമല്ല, ഇപ്പോൾ പുതിനയിലയായാലും അതേപോലെ തന്നെ മല്ലിയിലയായാലും എന്തായാലും കട്ട് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ്, വെജിറ്റബിൾസ് വേവാനായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി കൂടെ ചേർക്കാം. തക്കാളി ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചേർക്കാറില്ല. പക്ഷേ ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അവിയലിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങും ചേർത്ത് ഈ അവിയലൊന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് നോക്കാറ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ ചതയ്ക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഞാൻ അതിൽ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ അവിയലിനൊരു നല്ലൊരു കളർ ഉണ്ടാവും. പിന്നെ മുളക് പൊടിയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും. മെയിൻ ടേസ്റ്റ് പച്ചമുളകിൻ്റെയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതിലാകെ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ബാക്കിയെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇതിപ്പോൾ ഒരു 1/4 ഭാഗം നമ്മൾ വേവിച്ചെടുക്കണം. മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 75-80% നമ്മൾ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അരപ്പ് ചേർത്ത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ
ഇത് ഏകദേശം ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് അരച്ചാണ് ചേർക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമ്മളിപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ചിലർക്കാണെങ്കിൽ ഈ അവിയൽ കുറച്ച് വെള്ളമായിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ തേങ്ങ നമ്മളുടെ ഈ കുറച്ച് വെന്ത വെജിറ്റബിൾസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ഈ പുളിയാണ് നമ്മളുടെ ഈ സാമ്പാറിലൊക്കെ ഒഴിക്കുന്ന പിഴിപ്പുളിയില്ലേ, ആ പുളി തന്നെയാണ് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് അവിയലിൽ എപ്പോഴും യൂസ് ചെയ്യുക. നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പുളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ആവശ്യമെങ്കിൽ മാത്രമേ പിന്നീട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് ബാക്കി ഭാഗം കൂടെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഒഴിച്ചു കൊടുത്ത പുളിയും തേങ്ങയും എല്ലാം അത്യാവശ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഈ വെജിറ്റബിൾസും തേങ്ങയും പുളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യ അളവിനാണ് തേങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇനി ഉരുളക്കിഴങ്ങൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിച്ചിരി ഉപ്പ് കുറവാണ്. ഞാനപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്ത പുളി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ഞാൻ ചേർക്കുന്നില്ല. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് അവസാനം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ ഈ നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അത്യാവശ്യം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് ഏത് കറിയായാലും. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഓൾറെഡി ചേർത്തു. ഇനി കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും നമ്മളുടെ ഈ കറിയിലേക്ക് ഈ ഫ്ലേവർ എല്ലാം ഒന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു അവിയലുണ്ടെങ്കിൽ ചോറുണ്ണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവിയലും തൈരും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനെന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മുടെ ആ ഒരു കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ടേസ്റ്റ് പുറത്തേക്ക് പോവാതിരിക്കാൻ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായി കഴിഞ്ഞു. കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്തൊരു അവിയലാണ്. ഈ രീതിയിൽ നിങ്ങൾ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.